ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. എത്രത്തോളം ഇത് ശരിയാവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. കാര്യം ഫസ്റ്റ് ടൈമാണ് ഗായ്സ് ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് എനിക്കൊന്നുമില്ല. ഞാൻ ആ മുടിയൊക്കെ ചീവി പിന്നെന്താ ഒരു ഐലൈനർ എടുത്തു. എന്നിട്ട് മിറർ ഫേസ് ചെയ്തെന്ന് എഴുതി ഗായ്സ്. എനിക്കറിയത്തില്ല ഗായ്സ്, നിങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ക്യാമറ ഫേസ് ചെയ്ത് ഇങ്ങനെ ഐലൈനർ ആയാലും മേക്കപ്പ് ആയാലും എല്ലാം ചെയ്യുന്നതെന്ന്. എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടായില്ല. ഞാൻ അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. പിന്നെ പിന്നെ പ്രത്യേകിച്ച് മേക്കപ്പായിട്ടൊന്നും ഞാനങ്ങ് ചെയ്യാറില്ല ഗൈസ്. ഒരു സൺസ്ക്രീൻ മാത്രമേ ഞാൻ ഇടാറുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മേക്കപ്പൊന്നും ഇടത്തില്ലേ? അങ്ങനെയല്ല ഗൈസ്. എനിക്ക് മടിയാണ് ഗൈസ്. എനിക്കൊന്നും ഇടാൻ വയ്യ. അതുകൊണ്ട് ഒരു സൺസ്ക്രീൻ മാത്രം ഇട്ടിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. അതുപോലും ഇടാറില്ല. വല്ലപ്പോഴൊക്കെ ഇടുള്ളൂ. അപ്പോൾ അതൊക്കെ തന്നെയാണ് പരിപാടി. പിന്നെ ഉള്ളത്, നമുക്ക് മേക്കപ്പിൽ പിടിക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾ അക്സസറീസ് വെച്ചിട്ട് സെറ്റാക്കാം എന്നും പറഞ്ഞ് കമ്മലും മാലയൊക്കെ ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്താ? മുടി കെട്ടുക. അത് തന്നെ. മുടി കെട്ടാനായിട്ട് എനിക്ക് ആകെ അറിയാവുന്ന ഒരു സ്റ്റൈൽ എടുത്ത് പരീക്ഷിക്കുന്നുണ്ട്. എനിക്ക് ആക്ച്വലി നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നതാണ്. ഞാൻ ഒരാവശ്യമില്ലാതെ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഞാനിതൊക്കെ അനുഭവിക്കുന്നത് ഗൈസ്. പിന്നെ എനിക്ക് മുടി കെട്ടാൻ പറ്റുന്നുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ ബൈബൈയൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് വീണ്ടും കണ്ണാടി നോക്കി മുടി കെട്ടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുടിയൊക്കെ കെട്ടി പിന്നെ മാലയൊക്കെ എടുത്തിട്ട് അങ്ങനെ പിന്നെ മാലയും മുടിയൊക്കെ ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ വിചാരിച്ചു നമ്മുടെ മെയിൻ സാധനം, നമ്മുടെ സ്വന്തം പൊട്ടില്ലാതെ എന്ത് കല്യാണം. അങ്ങനെ പിന്നെ നമ്മൾ പൊട്ടൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. നല്ല തിളങ്ങണ പൊട്ട് തന്നെ അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കല്യാണമൊക്കെ അല്ലേ, അത് തിളങ്ങി നിന്നോട്ടെ എന്നൊക്കെ വിചാരിച്ചു. ഇതോണ്ടടാ പൊട്ട് വെച്ചപ്പോൾ എന്നാ ലുക്കായി. എനിക്ക് തന്നെ എന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു. കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ടിൻ്റെ കല്യാണമാണ് കേട്ടോ. ഞാനത് പറഞ്ഞില്ലായിരുന്നല്ലേ. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. എൻ്റെ കൂടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലേ കൂടെ പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യുന്നത്, പോകുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം ശരി, ഓക്കെ, ബൈ ബൈ.